ഇന്നലെ NSSൻ്റെ യോഗത്തിൽ വെച്ചിട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ. കാരണം അവരുടെ സമ്മേളനമായിരുന്നു. വീണ്ടും അവരുടെ ഡയറക്ടർ ബോർഡിനെയും അതുപോലെ ജനറൽ സെക്രട്ടറിയായി സുകുമാരൻ നായരെയും ഒക്കെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ആ വെളിപ്പെടുത്തൽ നടത്തിയത് 2 തവണ അദ്ദേഹം VD സതീശനെ കാണാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചുവെന്നും പക്ഷേ അനുമതി നിഷേധിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ VD സതീശൻ വലിയ അഹങ്കാരിയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരണം VD സതീശനെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത വാക്കുകളാണ് ഈ പറയുന്ന സുകുമാരൻ നായരൊക്കെ തന്നെ പലതവണ ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം മുഖ്യമന്ത്രി ആകാതിരിക്കാൻ കൂടി ഇവർ വലിയ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതുമൊക്കെ തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ ഇരിക്കുകയും, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തല്ല, സുകുമാരൻ നായരുടെ അടുത്ത് വന്ന് 1.5 മണിക്കൂർ ഇരിക്കുകയും ഏറ്റവും ഒടുവിൽ അവിടുത്തെ NSS യൂണിയൻ്റെ താലൂക്ക് യൂണിയൻ്റെയൊക്കെ ഭാരവാഹികളെ വിളിച്ച് സുകുമാരൻ നായർ തന്നെ ഇത്തവണ സതീശനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് ഇതുപോലെയുള്ള ഡയലോഗൊന്നും അടിക്കരുത് എന്നുള്ളത് മുതൽ നിരവധി മോശപ്പെട്ട വാക്കുകൾ സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പക്ഷേ അദ്ദേഹം വീണ്ടും അനുമതി ചോദിച്ചിരുന്നു. അനുമതി ചോദിച്ചത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ അനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അഹങ്കാരിയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ പാട്ടെങ്കിൽ, രണ്ടാമത്തേത് നമുക്കറിയാം, ഗണേഷ് കുമാറിനെ ആ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് മാത്രമല്ല, ഇനി പുറത്താക്കിയതിനെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിന് കുഴപ്പമുണ്ടെങ്കിൽ കേസിന് പോയിക്കോട്ടെ എന്നുള്ളത് കൂടിയാണ് വളരെ തുറന്ന് തന്നെ നമ്മുടെ സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണമെന്ന് പറയുന്നത് പത്തനാപുരത്ത് അല്ലെങ്കിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പത്തനാപുരത്ത് NSSൻ്റെയൊക്കെ നേതൃത്വത്തിൽ പത്മ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ തുടങ്ങിയിരുന്നു നിരവധി സ്ഥലങ്ങളിൽ. അതൊക്കെ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പത്തനാപുരം യൂണിയൻ്റെ അടുത്ത് ഒരു 4 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ആ 4 കോടി രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഒക്കെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം 11 പേരെ പത്തനാപുരത്ത് നിന്ന് പുറത്താക്കുകയും അതിനുശേഷം ആ പത്തനാപുരത്തെ യൂണിയൻ തന്നെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തിരുന്നു NSSൻ്റെ ജനറൽ സെക്രട്ടറി. എന്ന് പറഞ്ഞാൽ നിയമപരമായി പറഞ്ഞാൽ രജിസ്ട്രാറാണ്. പക്ഷേ രജിസ്ട്രാർ പറയണമെങ്കിൽ സുകുമാരൻ നായർ സാർ പറഞ്ഞാലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2 പേർക്കെതിരെ NSS ഒരു നിലപാടെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിനെ അവിടെ സഹായിക്കേണ്ട എന്നവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം തോറ്റത്, ഭരണവിരുദ്ധ വികാരമുണ്ടായതുകൊണ്ടാണ്. പക്ഷെ കൂടാതെ KN ബാലഗോപാലിനുമെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തിരുന്നു. KN ബാലഗോപാലിൻ്റെ ചേട്ടൻ കലഞ്ഞൂർ മധുവും ഇതുപോലെ NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹവും ഒരു നേതാവാണ്, വലിയ സമ്പന്നനായിട്ടുള്ള വ്യവസായിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കാര്യത്തിലും അവിടെ ഒരു എതിർപ്പ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പരസ്യമായി തന്നെ ചില ഫോൺ സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കാരണം KN ബാലഗോപാലിനെ NSS സപ്പോർട്ട് ചെയ്യുന്നില്ല, തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ഐഷ പോറ്റിയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുമുള്ള ഫോൺ സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. വാട്സാപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജൊക്കെ തന്നെ പുറത്തു വന്നു. KB ഗണേഷ് കുമാറിനുമെതിരെ അതുപോലെ തന്നെ അവിടെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തിരുന്നു NSS. പക്ഷേ അവർ പുറത്തൊന്നും പറയാൻ പോയില്ല. പക്ഷേ ഒരു വിഭാഗം NSSലെ നേതാക്കൾ KB ഗണേഷ് കുമാറിന് അനുകൂലമായിട്ടും ഒരു വിഭാഗം വളരെ പ്രതികൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അവിടെ ജ്യോതികുമാർ ചാമക്കാല ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവരൊക്കെ തന്നെ പലരും സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്തതിനെക്കുറിച്ചാണ് BJPക്കാർ സ്വീകരണം കൊടുത്തു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ BJP അനുഭാവമുള്ള NSSലെ ആളുകളൊക്കെ തന്നെയാണ് അവിടെ സ്വീകരണം കൊടുത്തത് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത് അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ അന്നേരത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയും ഒരു 4.25 കൊല്ലമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അതിനകം തന്നെ അവിടെ ജ്യോതികുമാർ ചാമക്കാല നിലയുറപ്പിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം തന്നെ ഏതാണ്ട് 10-20,000-ഓളം വീടുകളൊക്കെ തന്നെ നിരന്തരമായി കയറി ഇറങ്ങുകയും എല്ലാ കല്യാണത്തിനും എല്ലാ അടിയന്തരത്തിനും എല്ലാ ഈ പറയുന്ന പോലെ ബർത്ത്ഡേക്കും ഈ പറയുന്ന ജനനത്തിനും ഒക്കെ തന്നെ എല്ലാ വീടുകളിലും ഒക്കെ തന്നെ ചെന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ MLA കൂടി ആകുമ്പോൾ അദ്ദേഹം ആ പ്രവർത്തനം കുറേ കൂടി വിപുലീകരിക്കുകയും ജനങ്ങളുമായിട്ടൊരു വലിയ ബന്ധമുണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ പോലും അടുത്ത തവണ UDF ഗവൺമെൻറ് പെർഫോമൻസ് മോശമാണെങ്കിൽ ഒരുപക്ഷെ KB ഗണേഷ് കുമാറിന് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിനിടയിലും
NSSുമായിട്ടുള്ള ബന്ധവും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ നിലനിർത്തുന്നത് കുറേ കൂടി ശ്രമകരമായിട്ടുള്ള ഒരു പണിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞേക്കുന്നത് ഒരാൾക്കുമെതിരെ കേസിന് പോകില്ല, NSSനൊപ്പം തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NSSൻ്റെ അംഗത്വം പോലും അദ്ദേഹത്തിന് പുതുക്കി കൊടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തായി എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ NSSൻ്റെ അംഗത്വം പോലും പുതുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് കുറേ കൂടി ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നതെന്നറിയില്ല. പക്ഷേ KB ഗണേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് രജിസ്ട്രാറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് പറഞ്ഞേക്കുന്നത് NSSൻ്റെ. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് സുകുമാരൻ നായരുമായിട്ടുള്ള ഒരു ഭിന്നിപ്പിൻ്റെ സ്വരമാണ്. ആ സ്വരം കേട്ടപ്പോഴാണ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ പോയി കേസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ജനാധിപത്യം NSSനില്ലെന്ന് ഒരാളും പറയില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ സുകുമാരൻ നായർ തന്നെ VD സതീശനെ കാണാൻ അപ്പോയിൻമെൻറ്റ് വെച്ചിട്ട് കൊടുത്തില്ല എന്നാണ്. സതീശനും ഒരു നായരാണ്, അദ്ദേഹം തറവാടി നായരാണോ അല്ലേ എന്ന് തെളിയിക്കാൻ പോകുന്നത് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മാത്രം ഞാൻ ഓർക്കട്ടെ. പണ്ട് നമ്മുടെ ശശി തരൂരിനെ വിളിച്ചിട്ടുള്ളത് തറവാടി നായർ എന്നാണ്. അപ്പോൾ ആ വിളി കേൾക്കാൻ ഇനി സതീശന് കഴിയുമോ, അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. KB ഗണേഷ് കുമാറും തറവാടിയാകുമോ ഇല്ല എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.